ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ദ ക്ലാസ്. നമ്മൾ നോക്കാൻ പോകുന്നത് 4ാം ക്ലാസ്സിൻ്റെ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഓണപരീക്ഷയ്ക്ക് കഴിഞ്ഞ വർഷം വന്ന ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളുമാണ് നോക്കാൻ പോകുന്നത്. ഇതേ ഫോമാറ്റിൽ തന്നെയായിരിക്കും ഈ വർഷവും ചോദ്യങ്ങൾ വരിക കേട്ടോ. അപ്പോൾ സമയം 2 മണിക്കൂർ 15 മിനിറ്റാണ്. ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഉള്ളിൽ തന്നെയാണ് നിങ്ങൾ ആൻസറും എഴുതുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോ ക്വസ്റ്റ്യനായിട്ട് നോക്കാം. കണ്ടോ, ഫസ്റ്റ് നിങ്ങളുടെ പേര് എഴുതണം, സ്കൂളിൻ്റെ പേര് എഴുതണം, ഏതാണ് ഡിവിഷൻ, 4A ആണോ 4B ആണോ എഴുതുക. ഓക്കെ, ഇനി ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ടുണ്ട്. 15 മിനിറ്റാണ് കൂൾ ഓഫ് ടൈം. പരീക്ഷ തുടങ്ങുന്നതിന് മുമ്പ് 15 മിനിറ്റ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ മുഴുവനായിട്ട് വായിച്ച് നോക്കാനുള്ള സമയമാണ്. ഓക്കെ, പിന്നെ എല്ലാ 5 ആക്ടിവിറ്റീസും എഴുതണം. 4ാമത്തെ ആക്ടിവിറ്റിയിലും 5ാമത്തെ ആക്ടിവിറ്റിയിലും 2 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ടാവും. അതായത് ഒന്നുകിൽ 4, 7 എഴുതുക. കണ്ടോ 4ാമത്തെ ആക്ടിവിറ്റിയിൽ കണ്ടോ, A എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, B എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 5ാമത്തെ ആക്ടിവിറ്റിയിലും Aയും Bയും കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ 4ാമത്തെ ക്വസ്റ്റ്യനിൽ ഒന്നെങ്കിൽ A എഴുതുക അല്ലെങ്കിൽ B എഴുതുക. അതുപോലെ തന്നെ 5ാമത്തെ ക്വസ്റ്റ്യനിലും ഒന്നുകിൽ A എഴുതുക അല്ലെങ്കിൽ B എഴുതുക. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും നന്നായി എഴുതാൻ പറ്റുന്ന ആൻസർ ഏതാണോ അത് എഴുതിയാൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് നോക്കാം. ആദ്യത്തെ ലിസൺ ആൻഡ് ആൻസർ ആണ്. നമുക്ക് നോക്കാൻ പറ്റില്ല. അതെന്താണ്, ടീച്ചർ നിങ്ങൾക്ക് ഒരു കഥ പറഞ്ഞു തരും, ഒരു സ്റ്റോറി പറഞ്ഞു തരും. അത് കേട്ടിട്ട് ശ്രദ്ധിച്ച് കേട്ടിട്ട് ഇതിൻ്റെയൊക്കെ ഉത്തരങ്ങൾ എഴുതാനാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ എത്ര ക്വസ്റ്റ്യൻ ഉണ്ട്? അങ്ങനെ 5 ചോദ്യങ്ങളുണ്ട്. ആ 5 ചോദ്യങ്ങളുടെയും ഉത്തരം എഴുതുക. ഓക്കെ, അപ്പോൾ ടീച്ചർ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കുക, എന്നിട്ട് ഇതിൻ്റെ ഉത്തരങ്ങൾ എഴുതുക. അടുത്ത് വരുന്നത് എന്താ, റീഡ് ആൻഡ് റൈറ്റ് ആണ്. ഇത് നമുക്ക് നോക്കാം. റീഡ് ദ ഫോളോയിങ് സ്റ്റോറി ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ് ഗിവൺ ബിലോ. എന്താ പറഞ്ഞിട്ടുള്ളത്? താഴെ ഒരു കുഞ്ഞൊരു കഥ കൊടുത്തിട്ടുണ്ട്. അത് വായിച്ച് നോക്കിയിട്ട് ഉത്തരങ്ങൾ എഴുതാനാണ് പറയുന്നത്. ഓക്കെ, ഒരു കുട്ടി ഒരു ക്യാമറ ഒക്കെ പിടിച്ച് നിൽക്കുന്ന പിക്ചറും നമുക്ക് സൈഡിൽ കാണാം. അപ്പോൾ ഒരു ലൈനായിട്ട് വായിച്ചാലോ. Mia's parents surprised her with a new camera on her birthday. മിയയുടെ പേരൻസ് എങ്ങനെയാണ് അവളെ സർപ്രൈസ് ചെയ്തത്, സന്തോഷിപ്പിച്ചത് അല്ലേ, അത്ഭുതപ്പെടുത്തിയത്? അവൾക്ക് അവളുടെ ബർത്ത്ഡേക്ക്, പിറന്നാളിന് ന്യൂ ക്യാമറ, പുതിയൊരു ക്യാമറ വാങ്ങിക്കൊടുത്തു. അപ്പോൾ എന്താ മേടിച്ചു കൊടുത്തത്? പുതിയ ക്യാമറയാണ് മേടിച്ചു കൊടുത്തത്. മിയാസ് ഐ സ്പാർക്കിൾ ആസ് ഷീ ഹെൽഡ് ദ ക്യാമറ. ആ ക്യാമറ കയ്യിൽ പിടിച്ചപ്പോൾ എന്താണ്, മിയയുടെ കണ്ണുകൾ സ്പാർക്കിൾ ചെയ്തു എന്ന് പറഞ്ഞാൽ തിളങ്ങി. അതായത് അത്രയധികം സന്തോഷം അവൾക്ക് വന്നു. ഷീ വാസ് ഈഗർ ടു ടേക്ക് ഹർ ഫസ്റ്റ് ഷോട്ട്. അവൾക്ക് അവളുടെ ആദ്യത്തെ പിക്ചർ എടുക്കാൻ ഭയങ്കര ഈഗറായിരുന്നു അല്ലേ, ഭയങ്കര ഉത്സാഹത്തിലായിരുന്നു എന്നാണ് പറയുന്നത്. She walked around her backyard and took photos of flowers, birds and trees. അവൾ എന്താ ചെയ്തത്? അവളുടെ ബാക്ക് യാർഡിൽ പിന്നിലുള്ള ആ മുറ്റത്തൊക്കെ നടന്നിട്ട് അവിടുത്തെ എന്താണ്, ഫോട്ടോസ് ഓഫ് ഫ്ലവേഴ്സ്, പൂക്കളുടെ പിക്ചർ, ബേർഡ്സ്, കിളികളുടെ പിക്ചർ, ട്രീസ്, മരങ്ങളുടെ ഒക്കെ പിക്ചർ എടുത്തു, ഫോട്ടോ എടുത്തു. As the sun began to set, she captured a stunning sunset also. As the sun began to set, സൂര്യൻ അസ്തമിച്ചു തുടങ്ങിയപ്പോൾ അവൾ എന്താ ചെയ്തത്? ആ സൂര്യാസ്തമയത്തിൻ്റെയും നല്ലൊരു ഫോട്ടോ അവളെടുത്തു. ഇറ്റ് വാസ് എ പെർഫെക്റ്റ് ഷോട്ട്. ദിസ് ഈസ് വെരി നൈസ് സെഡ് മദർ. അതൊരു പെർഫെക്റ്റ് ഷോട്ടായിരുന്നു അല്ലേ, നല്ലൊരു ഫോട്ടോ ആയിരുന്നു. അത് കണ്ടപ്പോൾ അമ്മ എന്ത് പറഞ്ഞു? ഇത് നല്ല നൈസായിട്ടുണ്ട്, നല്ല ഭംഗിയുണ്ടല്ലോ എന്ന് മിയോട് പറഞ്ഞു. മിയാസ് പാരൻസ് വർ ഇംപ്രസ്ഡ് ബൈ ഹെർ ടാലൻറ്റ് ഇൻ ഫോട്ടോഗ്രാഫി ആൻഡ് എൻകറേജ് ഹെർ. മിയയുടെ പാരൻസ് അവളുടെ ഈ ഫോട്ടോ കണ്ടിട്ട് വളരെയധികം സന്തോഷിച്ചു അല്ലേ, അവൾക്ക് ഫോട്ടോ എടുക്കാനുള്ള കഴിവുണ്ട് എന്ന് അവർക്ക് മനസ്സിലായി. അവരവളെ എൻകറേജ് ചെയ്യാൻ തുടങ്ങി, പ്രോത്സാഹിപ്പിക്കാൻ തുടങ്ങി. കീപ് പ്രാക്ടീസിങ് ഫോട്ടോഗ്രാഫി, യു വിൽ ബിക്കം എ ഫൈൻ ഫോട്ടോഗ്രാഫർ, ഹെർ ഫാദർ സെഡ്. എന്താ പറഞ്ഞത്? നീ ഫോട്ടോഗ്രാഫി പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക, ഫോട്ടോസ് ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുക, നിനക്ക് നല്ലൊരു ഫോട്ടോഗ്രാഫർ, ഫോട്ടോ എടുക്കുന്ന ആളാവാൻ പറ്റും, നിനക്ക് അതിനുള്ള കഴിവുണ്ടെന്ന് അച്ഛൻ പറഞ്ഞു. ആഫ്റ്റർ ദാറ്റ് മിയ ബിക്കേം മോർ കോൺഫിഡൻറ്റ് ഇൻ ഫോട്ടോഗ്രാഫി. ഷീ ക്യാപ്ചേർഡ് ദി ബ്യൂട്ടി ഓഫ് ദ വേൾഡ്. അതൊക്കെ കേട്ടതോടുകൂടി എന്താണ്, മിയയ്ക്ക് ഒന്നും കൂടി കോൺഫിഡൻസ് വന്നല്ലേ, ആത്മവിശ്വാസം വന്നു. അവൾക്കത് ചെയ്യാൻ പറ്റും എന്ന് അവൾക്കൊരു ഉറപ്പ് വന്നു. അവൾ പിന്നീട് നല്ല നല്ല ഫോട്ടോസ് എടുത്തുകൊണ്ടേയിരുന്നു ഈ ലോകത്തിൻ്റെ എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഡിഡ് മിയ ഗെറ്റ് ഫോർ ഹെർ ബർത്ത്ഡേ? നമ്മൾ ഫസ്റ്റ് സെൻറ്റൻസിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ ആൻസർ. എന്താ കിട്ടിയത് അവൾക്ക്? ന്യൂ ക്യാമറ. അപ്പോൾ എങ്ങനെ എഴുതാം? മിയ ഗോട്ട് ന്യൂ ക്യാമറ ഫോർ ഹെർ ബർത്ത്ഡേ എന്ന് ആൻസർ എഴുതാം.
ഇനി മിയ took photos of, മിയ എന്തിൻ്റെയൊക്കെ ഫോട്ടോസ് എടുത്തത് നമുക്കറിയാം. ഫ്ലവേഴ്സ്, ബേർഡ്സ്, ട്രീസ്, പൂക്കളുടെയും ബേർഡ്സിൻ്റെയും ട്രീസിൻ്റെയൊക്കെയാണ് ഫോട്ടോസ് എടുത്തത്. ഫൈൻഡ് എ സിമിലർ വേർഡ് ഫോർ വണ്ടേർഡ് ഫ്രം ദ സ്റ്റോറി. വണ്ടേർഡ് അല്ലേ, വണ്ടേർഡ് എന്ന് പറയാൻ നമുക്ക് എന്താണ് സ്പാർക്കിൾഡ് യൂസ് ചെയ്യുക അല്ലേ. അവളുടെ കണ്ണുകൾ തിളങ്ങി എന്ന് പറയുന്നുണ്ട് സന്തോഷം കൊണ്ട്. അപ്പോൾ നമുക്ക് സ്പാർക്കിൾഡ് യൂസ് ചെയ്യാം. ഇനി this is very nice, Mia's mother said looking at the photo of. ഇത് നല്ലൊരു ഫോട്ടോ ആണെന്ന് മിയോട് അമ്മ പറയുന്നുണ്ട്. എന്ത് കണ്ടിട്ടാ അമ്മ പറയുന്നത്, ഏത് ഫോട്ടോ കണ്ടിട്ടാ? സ്റ്റണ്ണിങ് സൺസെറ്റ് അല്ലേ, സൺസെറ്റിൻ്റെ ഫോട്ടോ കണ്ടിട്ടാണ്, സൂര്യാസ്തമയത്തിൻ്റെ ഫോട്ടോ കണ്ടിട്ടാണ്. ഡി ആണ് ആൻസർ വരുന്നത്. ഹൗ ഡിഡ് മിയാസ് പാരൻസ് റിയാക്ട് ടു ഹർ ഫോട്ടോസ്. മിയയുടെ പാരൻസ് എങ്ങനെയാണ് റിയാക്ട് ചെയ്തത്? എൻകറേജ് ചെയ്തു, അവളെ പ്രോത്സാഹിപ്പിക്കുകയാണ്. സി ആണ് ആൻസർ വരുന്നത്. ഓക്കെ, 3 ആണ് മീറ്റ് ദ ഹീറോ. എ ഫോമർ സ്റ്റുഡൻറ്റ് ഓഫ് യുവർ സ്കൂൾ ഗെറ്റ്സ് എ ലിറ്റററി അവാർഡ് ഫോർ ദി ബെസ്റ്റ് നോവൽ. ഹി വിസിറ്റ്സ് യുവർ സ്കൂൾ ടു ടോക്ക് വിത്ത് യു. എ ഫോമർ സ്റ്റുഡൻറ്റ്, പണ്ട് നിങ്ങളുടെ സ്കൂളിൽ പഠിച്ചിരുന്ന ഒരു വ്യക്തി അല്ലേ, അദ്ദേഹത്തിന് ഇപ്പോൾ എന്താണ് എഴുത്തിന് ബെസ്റ്റ് നോവലിനുള്ള പുരസ്കാരം കിട്ടിയിട്ടുണ്ട്, പ്രൈസ് കിട്ടിയിട്ടുണ്ട്. അദ്ദേഹം നിങ്ങളോട് സംസാരിക്കാൻ നിങ്ങളുടെ സ്കൂളിലേക്ക് വന്നിട്ടുണ്ട്. പ്രിപ്പയർ സം ക്വസ്റ്റ്യൻസ് ടു ടോക്ക്. ഗസ്റ്റിനോട് സംസാരിക്കാനായിട്ട് കുറച്ച് ചോദ്യങ്ങൾ പ്രിപ്പയർ ചെയ്യാനാണ് പറയുന്നത്. 3 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഗസ്റ്റിനോട് ചോദിക്കാൻ പറ്റുന്നത്. വാട്ട് ഈസ് യുവർ ഫേവറേറ്റ് ബുക്ക്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ബുക്ക് ഏതാണ്? ഹൗ ഡിഡ് യു ബിക്കം എ റൈറ്റർ, എങ്ങനെയാണ് നിങ്ങൾ നല്ലൊരു റൈറ്റർ ആയത്? ക്യാൻ യു ടെൽ എസ് എ ഷോർട്ട് സ്റ്റോറി, അല്ലേ, നോവലൊക്കെ എഴുതുന്നതാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിനോട് ചോദിക്കുകയാണ്, ഞങ്ങൾക്ക് ചെറിയൊരു സ്റ്റോറി പറഞ്ഞു തരാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ചോദിക്കാം കേട്ടോ. 4ാമത്തെ ചോദ്യം ഇതാണ്. അറ്റംപ്റ്റ് എനി വൺ ഓഫ് ദ ഫോളോയിങ്. ഇവിടെ ഒരു കോൺവെർസേഷൻ, 2 പേര് തമ്മിലുള്ള സംഭാഷണം കൊടുത്തിട്ടുണ്ട്. എന്താണ് നോക്കാം, നമുക്ക് വായിച്ച് നോക്കാം. ലില്ലി ക്രൈഡ് ബിക്കോസ് ഷി വാസ് സെപ്പറേറ്റഡ് ഫ്രം ഹർ ബെസ്റ്റ് ഫ്രണ്ട് മാക്സ്. മാക്സ് വാസ് ഓൾസോ സാഡ് മിക്സിങ് ഹിസ് ഫ്രണ്ട് ലില്ലി. സോ മാക്സ് കോൾ ഹർ ഓൺ മൊബൈൽ ഫോൺ. അപ്പോൾ എന്താണ്, ലില്ലിയും മാക്സും നല്ല ബെസ്റ്റ് ഫ്രണ്ട്സാണ്, നല്ല കൂട്ടുകാരാണ് അല്ലേ. പക്ഷെ ഇപ്പോൾ അവർ 2 പേരും 2 സ്ഥലത്താണ്. അപ്പോൾ 2 പേർക്കും സങ്കടമുണ്ട് അല്ലേ, ഒരുമിച്ചില്ലാത്തത് കൊണ്ട്. അപ്പോൾ മാക്സ് ലില്ലിയെ മൊബൈൽ ഫോണിൽ വിളിക്കുകയാണ്. ഹേ ലില്ലി, ഇറ്റ്സ് മീ മാക്സ് എന്ന് ലില്ലിയോട് ആര് പറയുന്നുണ്ട്? മാക്സ് പറയുന്നുണ്ട്. അപ്പോൾ ബാക്കി അവർ തമ്മിലുള്ള കോൺവെർസേഷൻ ആണ് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. ആദ്യം മാക്സ് പറയുന്നത് കൊടുത്തിട്ടുണ്ട്, ഇനി നമ്മൾ എഴുതേണ്ടത് ലില്ലി പറയുന്നതാണ്. നോക്കാം. അപ്പോൾ ലില്ലി എന്താ പറയുന്നത്? ഹായ് മാക്സ്, ഐ മിസ് യു സോ മച്ച്, ഐ വാസ് ക്രൈയിങ്. ഞാൻ നിന്നെ വല്ലാണ്ട് മിസ് ചെയ്യുന്നുണ്ട്, ഞാൻ ഇതുവരെ കരയായിരുന്നു എന്ന് പറയാണ്. മാക്സ്, ഡോണ്ട് ക്രൈ ലില്ലി, ഐ മിസ് യു ടു, യു ആർ മൈ ബെസ്റ്റ് ഫ്രണ്ട്. അല്ലേ, ലില്ലിയോട് എന്താ പറയുന്നത് മാക്സ്? ഡോണ്ട് ക്രൈ, കരയല്ലേ ലില്ലി, ഞാനും നിന്നെ മിസ് ചെയ്യുന്നുണ്ട്. യു ആർ മൈ ബെസ്റ്റ് ഫ്രണ്ട്, നീ എപ്പോഴും എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. ലില്ലി എന്താ പറയുന്നത്? താങ്ക് യു മാക്സ്, വെൻ വിൽ വി മീറ്റ് അഗെയിൻ. മാക്സിനോട് താങ്ക് യു പറയുന്നുണ്ട്. പിന്നെ എന്താ ചോദിക്കുന്നത്? വെൻ വിൽ വി മീറ്റ് again, ഇനി നമ്മൾ എന്നാണ് കാണാൻ പോകുന്നത്? മാക്സ് എന്താ പറയുന്നത്? സൂൺ വി വിൽ മീറ്റ് ഇൻ സ്കൂൾ, ടിൽ ദെൻ ലെറ്റ്സ് ടോക്ക് ഓൺ ഫോൺ എവറി ഡേ. നമ്മൾ വൈകാതെ തന്നെ സ്കൂളിൽ വെച്ച് നമ്മൾ കാണുമല്ലോ, അതുവരെ നമുക്ക് എന്താണ് ഫോണിൽ സംസാരിക്കാം എന്നാണ് ആര് പറയുന്നത്? മാക്സ് പറയുന്നത്. ടിൽ ദെൻ എന്ന് പറഞ്ഞാൽ എന്താ? അതുവരെ എന്ന്. ഓക്കെ, അടുത്തത് വരുന്നത് എന്താ? ഡിസ്ക്രൈബ് ദ ഇവൻറ്റ്സ്. താഴെ പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്, എന്തൊക്കെയാണ് അവിടെ നടക്കുന്നത് അതാണ് നിങ്ങളോട് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. ഒരു കുട്ടി എന്താണ്, അതാ കണ്ടോ, ആകെ വെള്ളം കയറി, വീടിൻ്റെ മോൾ ഭാഗമൊക്കെയാണ് കാണുന്നുള്ളൂ. ഒരു കുട്ടി, ഒരാൾ ആ വെള്ളത്തിൽ മുങ്ങിത്താവുന്നുണ്ട് അല്ലേ. രണ്ടാമത്തെ എന്താ, ഒരു ഹെലികോപ്റ്റർ വരുന്നുണ്ട് ആ സ്ഥലത്തേക്ക്. ഹെലികോപ്റ്ററിൽ നിന്ന് ഒരാൾ എന്താണ് ഇറങ്ങിയിട്ട് ആ കുട്ടീനെ രക്ഷിക്കുന്നുണ്ട്. ആ കുട്ടിയുടെ അച്ഛൻ്റെയും അമ്മയുടെയും അടുത്തേക്ക് ആക്കി കൊടുക്കുന്നുണ്ട് അല്ലേ. ഈ പ്രളയത്തിൽ സ്ഥലങ്ങളൊക്കെ മുങ്ങിപ്പോയപ്പോൾ നമ്മളെല്ലാവരും കണ്ടിട്ടുള്ളതാണ് അല്ലേ, ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ആൾക്കാർ അനുഭവിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം കേട്ടോ. എങ്ങനെ എഴുതേണ്ടത്? വൺ ഡേ there was a big flood. ഒരിക്കൽ എന്താണ്, വലിയൊരു ഫ്ലഡ്, പ്രളയം വന്നു. എ ബോയ് വാസ് stuck in the water. He was shouting for help. ഒരു ആൺകുട്ടി എന്താണ്, ആ വെള്ളത്തിൽ സ്റ്റക്കായിരുന്നു, കുടുങ്ങിക്കിടക്കായിരുന്നു. He was shouting for help. അവൻ സഹായത്തിന് വേണ്ടി അവിടെ നിന്ന് ശബ്ദമെടുക്കുന്നുണ്ടായിരുന്നു അല്ലേ, ഓളിയിടുന്നുണ്ടായിരുന്നു. എ റെസ്ക്യൂ ഹെലികോപ്റ്റർ കെയിം ടു സേവ് ഹിം. അപ്പോഴാണ് ഒരു റെസ്ക്യൂ ഹെലികോപ്റ്റർ എന്ന് പറഞ്ഞാൽ എന്താ, ഇങ്ങനെ കുടുങ്ങിക്കിടക്കുന്ന സ്ഥലത്ത് നിന്ന് ആൾക്കാരെ രക്ഷപ്പെടുത്താൻ വന്നിട്ടുള്ളതാണ് ആ ഹെലികോപ്റ്റർ. അതുകൊണ്ടാണ് റെസ്ക്യൂ ഹെലികോപ്റ്റർ എന്ന് പറയുന്നത്. എ ബ്രേവ് സോൾജർ വെന്റ് ഡൗൺ വിത്ത് എ റോപ്പ് ആൻഡ് സേവ് ദ ബോയ്. ഒരു എന്താ, പട്ടാളക്കാരൻ എന്നൊക്കെ നമുക്ക് പറയാം അല്ലേ. സോൾജർ ഒരു റോപ്പിൻ്റെ മുകളിൽ, ഒരു കയറിൻ്റെ മുകളിൽ കൂടെ താഴേക്ക് ഇറങ്ങിയിട്ട് ആ കുട്ടിയെ വെള്ളത്തിൽ നിന്ന് രക്ഷിക്കുന്നുണ്ട്. ഇൻ ദ എൻഡ്
ഇൻ ദ എൻഡ് ദ ബോയ് മെറ്റ് ഹിസ് ഹാപ്പി ഫാമിലി. ദ റെസ്ക്യൂവേഴ്സ് ഓൾസോ ഫെൽ പ്രൗഡ്. അവസാനം എന്താ ഉണ്ടായത്? ആ കുട്ടി അവൻ്റെ അച്ഛനെയും അമ്മയും അവൻ്റെ ഫാമിലിയുടെ അടുത്ത് എത്തുന്നുണ്ട്, അവൻ സന്തോഷിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആ റെസ്ക്യൂ ചെയ്ത അവനെ രക്ഷപ്പെടുത്തിയ ആൾക്കാരും അതുപോലെ തന്നെ സന്തോഷിക്കുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് എന്താണത്? അതിന് എഴുതാനുള്ള സ്ഥലം ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് എഴുതാൻ കേട്ടോ. അടുത്തത് ഏതാണ്? ഡയറി എൻട്രി ആണ്. അഞ്ചാമത്തെ ആക്ടിവിറ്റിയാണ്. എന്താണ്? ആ കുട്ടികളുടെ അമ്മ അവിടെ എന്താണ് വയ്യാതെ കിടക്കുന്നുണ്ട് അല്ലേ? അവരുടെ അടുത്ത് എന്താണ് ഫയർഫോഴ്സിലെ ആൾക്കാരൊക്കെ വന്നിരിക്കുന്നുണ്ട്. അപ്പോൾ എന്താ എഴുതിയിട്ടുള്ളത് നോക്കാം. ദ ഫയർമാൻ ചെക്സ് ദിൽനാസ് മദർ ആൻഡ് ഗേവ് ഹെർ ഫസ്റ്റ് എയ്ഡ്. സ്ലോലി ഷീ ഓപ്പൺ ഹെർ ഐസ്. ദാറ്റ് നൈറ്റ് ദിൽന റോട്ട് ഹെർ ഫീലിങ്സ് ഇൻ ഹെർ ഡയറി. ഫയർമാൻ വന്നിട്ട് ദിൽനയുടെ അമ്മയെ എന്താണ് സഹായിക്കുന്നുണ്ട്, ഫസ്റ്റ് എയ്ഡ് ഒക്കെ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ദിൽനയുടെ അമ്മ കണ്ണ് തുറന്ന് നോക്കുന്നുണ്ട്. അപ്പോൾ ആ ദിവസം ദിൽന അവളുടെ ഡയറിയിൽ എഴുതിയിട്ടുള്ള എന്താണ്? അതാണ് കൊടുക്കാൻ പറഞ്ഞിട്ടുള്ളത്. ഡയറി എൻട്രി സ്ഥിരമായിട്ട് നിങ്ങൾക്ക് വരുന്ന ചോദ്യമാണ്. ഫോർമാറ്റ് എന്തായാലും പഠിച്ചു വെക്കുക. ആദ്യം എന്താണ്? സെപ്റ്റംബർ 3 അല്ലേ? ഡേറ്റ് എഴുതുക. ഇപ്പോൾ ഇന്നാണ് നിങ്ങൾ എഴുതുന്നതെങ്കിൽ എന്താണ്? ഓഗസ്റ്റ് 4 അല്ലേ? അല്ലെ ഓഗസ്റ്റ് 5. അപ്പോൾ അങ്ങനെ എഴുതുക. മൺഡേ ആണെങ്കിൽ മൺഡേ എന്ന് എഴുതുക. ഇന്ന് വെനസ്ഡേ ആണ്, ഇന്ന് ട്യൂസ്ഡേ ആണ്, ട്യൂസ്ഡേ എന്ന് എഴുതുക അല്ലേ? ഐ കനോട്ട് ഫോർഗെറ്റ് ദിസ് ഡേ എന്ന് പറഞ്ഞിട്ട് സ്റ്റാർട്ടിങ് കൊടുത്തിട്ടുണ്ട്, ബാക്കിയാണ് നമ്മൾ എഴുതേണ്ടത്. ഇങ്ങനെയാണ് നമ്മൾ ഡയറി എൻട്രി എഴുതേണ്ടത്. സെപ്റ്റംബർ 3 മൺഡേ എന്ന് കൊടുത്തിട്ടുണ്ട്. ഐ കനോട്ട് ഫോർഗെറ്റ് ദിസ് ഡേ, എനിക്ക് ഈ ദിവസം ഒരിക്കലും മറക്കാൻ പറ്റില്ല. ടുഡേ മൈ മദർ ഫെൽ ഡൗൺ ആൻഡ് ഗോട്ട് ഹേർട്ട്. ഇന്ന് എൻ്റെ അമ്മ എന്താണ്? അമ്മ ഇന്ന് വീണിട്ട് അമ്മയ്ക്ക് എന്താണ്? ഹേർട്ടായി, പരിക്ക് പറ്റി. ഐ വാസ് വെരി സ്കെയർഡ് ആൻഡ് സ്റ്റാർട്ടഡ് ക്രൈയിങ്. ഞാൻ ഭയങ്കര പേടിയായി അല്ലേ? എനിക്ക് ഭയങ്കര പേടിയായി, ഞാൻ കരഞ്ഞു തുടങ്ങി. ദ ഫയർമാൻ കെയിം ക്വിക്ലി. പെട്ടെന്ന് തന്നെ ഫയർമാൻ വന്നു. ദേ ചെക്ക് മൈ മദർ ആൻഡ് ഗേവ് ഹെർ ഫസ്റ്റ് എയ്ഡ്. അവർ വന്നിട്ട് അമ്മേനെ ചെക്ക് ചെയ്ത് അമ്മയ്ക്ക് വേണ്ട ഫസ്റ്റ് എയ്ഡൊക്കെ കൊടുത്തു. Slowly my mother opened her eyes. I was also happy and thank God. I love my mother so much. Thank you fireman for helping us. എന്താണ്? കുറച്ച് കഴിഞ്ഞപ്പോൾ അമ്മ കണ്ണ് തുറന്നു. ഞാൻ ഭയങ്കര ഹാപ്പിയായി. ഞാൻ ഈശ്വരനെ താങ്ക് ചെയ്തു അല്ലേ? നന്ദി പറഞ്ഞു. എനിക്ക് എൻ്റെ അമ്മയെ വളരെയധികം ഇഷ്ടമാണ്. താങ്ക് യു ഫയർമാൻ. എന്നെയും എൻ്റെ ഫാമിലിനെയും എൻ്റെ അമ്മയും ഹെൽപ്പ് ചെയ്തതിന് വളരെയധികം നന്ദി എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഡയറി എൻട്രി നിർത്തുകയാണ്. കണ്ടോ? ഇത്രയും ലൈൻസ് എഴുതിയാൽ മതി. ചെറിയൊരു ഡയറി എൻട്രി, ഒരു 5 6 അല്ലെങ്കിൽ ഒരു മാക്സിമം ഒരു 8 ലൈൻസൊക്കെ നിങ്ങൾ എഴുതിയാൽ മതി കേട്ടോ. അതിന് കൂടുതലൊന്നും എഴുതണ്ട. അങ്ങനെയാണ് ഡയറി എൻട്രി എഴുതുക. ഈ ഫോമാറ്റ് ഒന്ന് പഠിച്ചു വയ്ക്കുക. ആദ്യം ഡേറ്റ് എഴുതുക, പിന്നെ ഏതാണ് ദിവസം, മൺഡേ ആണോ ട്യൂസ്ഡേ ആണോ അത് എഴുതുക. എന്നിട്ട് ഐ കനോട്ട് ഫോർഗെറ്റ് ദിസ് ഡേ എന്ന് പറഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യാം. അടുത്തത് എന്താണ്? അടുത്ത ഒരു നോട്ടീസാണ്. 5A 5B. ഒന്നുകിൽ ആ ഡയറി എഴുതുക അല്ലെങ്കിൽ ഈ നോട്ടീസ് എഴുതുക. ഇതിപ്പോൾ ആൻസേഴ്സ് നിങ്ങൾക്ക് ഫോർമാറ്റൊക്കെ അറിഞ്ഞിരിക്കാൻ വേണ്ടി എല്ലാത്തിൻ്റെയും ആൻസേഴ്സ് ഞാൻ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ എന്താണ്? ദിൽന വാസ് ഇൻവൈറ്റഡ് ടു യുവർ സ്കൂൾ ടു റിസീവ് ആൻ അവാർഡ് ഫോർ ഹർ ബ്രേവറി. ദിൽന എന്താണ്? അമ്മയ്ക്ക് അങ്ങനെ പറ്റിയപ്പോൾ ദിൽന ഫയർമാനെയൊക്കെ വിളിച്ചിട്ട് അവളെ അമ്മയെ സേവ് ചെയ്യുന്നുണ്ട് അല്ലേ? ദിൽനയുടെ അമ്മയെ സേവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ദിൽനേനെ നിങ്ങളുടെ സ്കൂളിലേക്ക് വിളിച്ചിട്ട് അവൾക്കൊരു എന്താണ് അവാർഡ് കൊടുക്കുന്നുണ്ട് അവളുടെ ധൈര്യത്തിന്. അപ്പോൾ അതിനെ പറ്റിയിട്ടൊരു നോട്ടീസാണ് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. വെന്യൂ കൊടുത്തിട്ടുണ്ട്. വെന്യൂ എന്ന് പറഞ്ഞാൽ എന്താ? എവിടെയാണ് നടക്കുന്നത്? സ്കൂൾ ഓഡിറ്റോറിയത്തിലാണ്. എന്നാണ് നടക്കുന്നത്? ഡേറ്റ് കൊടുത്തിട്ടുണ്ട്. 5th September 2025 നടക്കുന്നത്. ടൈം 10 മണിക്കാണ്. ചീഫ് ഗസ്റ്റ് ആരാണ്? ദിൽനയാണ് നമ്മൾ അവാർഡ് കൊടുക്കുന്നത് അല്ലേ? ദിൽനയ്ക്കാണ് അവാർഡ് കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ദിൽനയാണ് ചീഫ് ഗസ്റ്റ്. ഇനോഗ്രേഷൻ ആരാ ഉദ്ഘാടനം ചെയ്യുന്നത്? പഞ്ചായത്ത് പ്രസിഡൻ്റാണ്. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് ഇവിടെ ഒരു നോട്ടീസ് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് നോക്കാം. നമുക്കിപ്പോൾ ആ ബോക്സിൽ തന്ന കാര്യങ്ങൾ മുഴുവൻ നമ്മളിവിടെ കൊടുക്കണം കേട്ടോ. അപ്പോൾ നോട്ടീസ് എന്ന് പറഞ്ഞിട്ട് ഹെഡിങ് കൊടുക്കുക, സെൻറ്ററിൽ കൊടുക്കണം കേട്ടോ. അവാർഡ് സെറിമണി ഫോർ ബ്രേവറി. എന്തിനു വേണ്ടിയിട്ടാണ് ഈ നോട്ടീസ്? അവാർഡ് സെറിമണി, ധൈര്യത്തിന് ബ്രേവറിക്കുള്ള അവാർഡ് കൊടുക്കുന്നുണ്ടല്ലേ? ആ ധൈര്യത്തിന് അവൾക്ക് ഒരു അവാർഡ് കൊടുക്കുന്നുണ്ട്. അതിൻ്റെയാണ് ഈ ഒരു സെറിമണി, ഈ ഒരു ഫംഗ്ഷൻ അവിടെ നടക്കുന്നത്. ദിസ് ഈസ് ടു ഇൻഫോം ഓൾ സ്റ്റുഡൻസ് ദാറ്റ് ദിൽന ഹാസ് ബീൻ ഇൻവൈറ്റഡ് ടു അവർ സ്കൂൾ ടു റിസീവ് ആൻ അവാർഡ് ഫോർ ഹെർ ബ്രേവറി. എന്തിനു വേണ്ടിയിട്ടാണ് ഈ നോട്ടീസ്? എല്ലാവരും ഇൻഫോം ചെയ്യാനാണ്, അറിയിക്കാനാണ്. ദിൽനനെ നമ്മുടെ സ്കൂളിലേക്ക് നമ്മൾ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. അവളുടെ ബ്രേവറിക്ക് നമ്മൾ അവൾക്കൊരു സമ്മാനവും കൊടുക്കുന്നുണ്ട്. എവിടെയാണ് വെന്യൂ? സ്കൂൾ ഓഡിറ്റോറിയത്തിലാണ്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്താണ് നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അത് നോക്കി ഇങ്ങോട്ട് എഴുതിയാൽ മതി കേട്ടോ. നോക്കി എഴുതിയാൽ മതി. വെന്യൂ എന്താണ്? സ്കൂൾ ഓഡിറ്റോറിയം ആണ്. ഡേറ്റ് കൊടുത്തിട്ടുണ്ട്, ടൈം കൊടുത്തിട്ടുണ്ട്, ചീഫ് ഗസ്റ്റ് കൊടുത്തിട്ടുണ്ട്, ഇനോഗ്രേഷൻ കൊടുത്തിട്ടുണ്ട്. ഓൾ സ്റ്റുഡൻസ് മസ്റ്റ് അറ്റൻഡ് ദ പ്രോഗ്രാം അല്ലേ? എല്ലാ കുട്ടികളും ഈ ഒരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്യണം. പ്രിൻസിപ്പൽ എന്ന് പറഞ്ഞിട്ട് ABC സ്കൂളോ നിങ്ങളുടെ സ്കൂളിൻ്റെ പേര് നിങ്ങൾക്ക് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് എഴുതുക. നോട്ടീസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഹെഡിങ് കൊടുക്കുക. എന്നിട്ട് എന്തിനെ പറ്റിയിട്ടുള്ളതാണെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ തൊട്ട് താഴെ കൊടുക്കുക. പിന്നെ ഇതുപോലെ ഈ ഡീറ്റെയിൽസും കൊടുക്കുക.
ഇങ്ങനെയാണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഫോമാറ്റ് വരുന്നത്. 5 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. ഇതിൽ 4ാമത്തെ ക്വസ്റ്റ്യനിലും 5ാമത്തെ ക്വസ്റ്റ്യനിലും നിങ്ങൾക്ക് A, B എന്ന് പറഞ്ഞിട്ട് 2 ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ടാവും. അതിൽ ഏതെങ്കിലും ഒന്ന് മാത്രം നിങ്ങൾ എഴുതിയാൽ മതി. കണ്ടോ, 4ാമത്തെ ക്വസ്റ്റ്യനിലും ഉണ്ട് അതുപോലെ A, B എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ. ബാക്കി എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾ എഴുതേണ്ടതാണ്. അപ്പോൾ ശ്രദ്ധിച്ച് എഴുതുക. ഫസ്റ്റത്തെ എന്താണ്, ലിസൺ ആൻഡ് ആൻസറിൽ ടീച്ചറാണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് പറഞ്ഞു തരിക. ടീച്ചറാണ് നിങ്ങൾക്ക് ആ സ്റ്റോറി പറഞ്ഞു തരിക, അല്ലെങ്കിൽ പോയം ആണെങ്കിൽ പോയം പറഞ്ഞു തരിക. അത് ശ്രദ്ധിച്ച് കേൾക്കുക. എന്നെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ 5 ക്വസ്റ്റ്യൻ്റെയും ഉത്തരം എഴുതാൻ കേട്ടുള്ളൂ. നിങ്ങൾക്ക് പെട്ടെന്ന് മാർക്ക് കിട്ടാൻ പറ്റുന്ന സ്ഥലങ്ങളാണ് ഈ ആദ്യത്തെ ഭാഗങ്ങളൊക്കെ കേട്ടോ. ആ സ്റ്റോറി ശ്രദ്ധിച്ച് കേട്ടാൽ മതി, നിങ്ങൾക്ക് ഇതിൻ്റെയൊക്കെ ഉത്തരം എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ ക്ലാസ് വരുന്നത്. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യൂ, നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂ. താങ്ക്